ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി പാലക്കാട് നെയ്ച്ചോറാണ് കേട്ടോ. ആർക്കും ആയാലും ഇഷ്ടപ്പെടും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായിട്ട് പൊട്ടിക്കുക. 4 പച്ചമുളക് നമുക്ക് ഇടാം കേട്ടോ. അതും പൊട്ടിച്ചിട്ട് കുറച്ച് വെല്ലുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. അപ്പോൾ ഉള്ളി അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പാത്രത്തിനൊരു പാത്രം അരി എടുക്കണം കേട്ടോ. അപ്പോൾ 2 പാത്രം നമുക്ക് വെള്ളം എടുക്കണം. ഞാൻ അതാ ഉള്ളിയെല്ലാം വയന്ന് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കിയിട്ട് ഉപ്പിട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ മൂടി വെച്ചതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ അരിയൊക്കെ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ ആ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്. നമുക്കത് അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കങ്ങനെ ചെറുനാരങ്ങ നീരും കൂടി വേണം. ഞാനൊരു ചെറുനാരങ്ങൻ്റെ നീര് എടുത്തിട്ടുണ്ട്. ഇനി അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മൂടി വെക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റും ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ആക്കുകൊണ്ടു. പിന്നെ നെയ്ച്ചോറിൻ്റെ കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നെയ്യ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിക്കാൻ മറന്നു നെയ്യ് ഇടാൻ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ കേട്ടോ. അത് ഇതേ കുറച്ച് മൂടി വെച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അരിയൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചോറൊന്നും ഉടഞ്ഞ് പോവണ്ട, നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നെയ്യ് ഇടാൻ മറന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ നെയ്യ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ നെയ്യ് ഇടാൻ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അത്രയും എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വലിയ പണിയൊന്നുമില്ല. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ പള്ളിക്കത് കിട്ടില്ല നെയ്ച്ചോറൊക്കെ അന്ന ടേസ്റ്റ് മണം ഉണ്ടാവും കേട്ടോ. ചോറൊക്കെ വെന്ത് വന്നു. ഞാൻ ഇതിൽ നേരെ കൂടെ പുതിനയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കറിയാക്കിയിട്ട് ചിക്കൻ്റെ കുറുമ ഉണ്ടാക്കിയിരിക്കുന്നത്. പാലക്കാട് കുറുമ കേട്ടോ അതും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്, മറക്കണ്ട. അപ്പോൾ എൻ്റെ ചാനൽ അതിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത് അച്ചാറും അതുപോലെ തന്നെ തൈര് ചട്ടനി പപ്പടമൊക്കെ വേണ്ടതാണ്. എനിക്ക് തൈര് ചട്ടനി മാത്രമേ ഉള്ളൂ, അച്ചാറില്ല കേട്ടോ, പപ്പടവും ഇല്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് മണമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗിവ് അവേ ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് 250 പേരായി കഴിഞ്ഞാൽ ഞാൻ ഗിവ് അവേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പങ്കാളിയാവാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.